എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇവാബെ ടീമും വസാബി ടീമും ആ രണ്ട് ടീമും ഒരു വമ്പം വില്ലനെ പിടിക്കാൻ അവന്റെ പിന്നാലെ ഓടുകയാണ്. ഉടനെ ഇവാബെ ടീമാണെങ്കിൽ ആ വില്ലനെ കറക്റ്റ് ആയിട്ട് പിടിക്കും. വസാബിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൻ ആ ടെൻഷനിൽ ഇപ്പൊ അവന്റെ ടീംമേറ്റ്സിനടുത്ത് ദേഷ്യപ്പെടും. നിങ്ങൾ ഒറ്റ ഒരുത്തിന് കാരണമാണ് നമ്മളെ കൊണ്ട് ആ കള്ളനെ പിടിക്കാൻ പറ്റാതിരുന്നത്. ആക്ച്വലി വസാബി അവര് ശരിക്കും അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്ത് ആ വില്ലനെ പിടിച്ചു. നമ്മൾ ആക്ച്വലി അവരുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഇപ്പോ വസാബി ആണെങ്കിൽ അവന്റെ ടീംമേറ്റ്സിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഉടനെ ഇവരുടെ വഴക്കൊക്കെ കേട്ട് ഇവാബയാൻ ടീം അവരിപ്പോ അവിടേക്ക് വരും. ഇവാബയാണെങ്കിൽ വസാബിയെ കളിയാക്കും. അത് കേട്ട് വസാബിക്ക് കലിയിളകും. അങ്ങനെ എപ്പോഴത്തേതും പോലെ ഇവാബയും വസാബിയും അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഉടനെ ഡെങ്കി ആണെങ്കിൽ അവർ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു ഡിവൈസ് അതിപ്പോ അവർക്ക് എല്ലാവർക്കും മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങളെക്കുറിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങളെക്കുറിച്ചുള്ള അക്കാദമിക് ഇൻഫർമേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ ഇപ്പൊ ഓരോരുത്തരുടെയും പവർ അത് എത്രത്തോളം ഉണ്ട്, അവരുടെ സ്ട്രെങ്ത് അതിനി എത്രത്തോളം അവർക്ക് ഉപയോഗിക്കാൻ ബാക്കിയുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കായിട്ട് പറഞ്ഞു കൊടുക്കും. മാത്രമല്ല അവരുടെ ഡീറ്റെയിൽസ് അവർക്ക് കാണിച്ചും കൊടുക്കും. അതിനുശേഷം ഡെങ്കി ടീം 15ന്റെ പെർഫോമൻസ് അതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഫ് അവർക്ക് കാണിച്ചു കൊടുക്കും. ആക്ച്വലി സുബാഗി വന്നതിന് ശേഷം ടീം 15 ഒരു മിഷനിൽ പോലും ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ആ ഗ്രാഫ് കാണിച്ചു കൊടുക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും. അതുപോലെ തന്നെ നാണക്കേടൊക്കെ തോന്നി അവളങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. ഇവാബയ്ക്കാണെങ്കിൽ വസാബിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ചിരിയൊക്കെ വരും. അവൻ വീണ്ടും അവരെ കളിയാക്കി അവിടുന്ന് കടന്നു പോകും. അടുത്ത നിമിഷം സുബാക്കി അവളാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് ഒരു ഉറച്ച തീരുമാനം എടുക്കും. ഒരു കാരണവശാലും ഇനിയുള്ള ഒരു മിഷനിലും നമ്മളെ തോൽക്കില്ല, തോൽക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. സുബാക്കിക്കാണെങ്കിൽ ഇപ്പൊ എന്തെന്നില്ലാത്തൊരു ആവേശം. അവള് പറയും, നമ്മൾ ഏതെങ്കിലും ഒരു ടീമിനെ നമ്മുടെ എതിർ ടീമായിട്ട് കരുതണം. നമ്മുടെ മാസ്റ്റർ പറഞ്ഞ ഓർമ്മയില്ലേ, നമ്മൾ ഓരോ ദിവസവും ട്രെയിനിങ് എടുത്ത് ഏതെങ്കിലും ഒരു ടീമുമായിട്ട് മത്സരിക്കണം. നമ്മുടെ എതിർ ടീമിനെ നമ്മൾ എത്രത്തോളം ട്രെയിനിങ് എടുത്ത് ഓരോ മിഷനിൽ തോൽപ്പിക്കുന്നോ അത്രത്തോളം നമ്മുടെ പവറും ടീമിന്റെ ബലവും കൂടിക്കൊണ്ടേയിരിക്കും. അവൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ബാക്കി രണ്ടുപേർക്കും അതിൽ ചെറിയ കാര്യമൊക്കെ ഉണ്ടെന്ന് തോന്നും. അവരും ആകാംക്ഷയോട് കൂടെ പറയുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കും. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സുബാക്കിയാണെങ്കിൽ നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ചു കയറ്റി ഇപ്പൊ ടീം 5നെ അവരുടെ ഓപ്പൺ ടീമായിട്ട് കരുതും. അതിനുശേഷം ഓരോരോ മിഷനിൽ ടീം 5നെ തോൽപ്പിക്കാൻ അവർ കഷ്ടപ്പെട്ട് ശ്രമിക്കും. ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ പവർ അത് കൂടി വരും. അവർ ഓരോ മിഷൻസിലായിട്ട് ജയിച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ഹനാബി സെൻസായി ആണെങ്കിൽ അവർ അടുത്തേക്ക് വരും. നിങ്ങൾ 3 പേരും ആക്ച്വലി നന്നായിട്ട് ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ചില അസൂയ അത് നിങ്ങൾക്ക് വലിയ ആപത്തായി മാറും. ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടായ ഒരു പാകപ്പിഴ അതിലൂടെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അത് കേട്ട് അവര് വണ്ടടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സുബാക്കി അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ അമ്മയ്ക്ക് കാര്യമായിട്ട് ലെറ്റർ എഴുതുകയാണ്. ഉടനെ ഇവാബിയാൻ ടീം അവരിപ്പോ സുബാക്കിയെ കണ്ട് അവളുടെ പേരൊക്കെ വിളിച്ച് കൂവി കളിയാക്കും. സുബാക്കിക്കാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവൾ ആ ടെൻഷനിൽ റെസ്റ്റോറന്റിലേക്ക് വന്ന് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കും. നമ്മുടെ ബൊറൂട്ടോ കുട്ടപ്പൻ കുറച്ച് ദിവസമായി സുബാക്കിയെ ശ്രദ്ധിക്കുന്നു. അവനും അവളെ ഫോളോ ചെയ്ത് അവളുടെ അടുത്തു വന്നിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ദിവസമായി സുബാക്കി നിന്നെ ശ്രദ്ധിക്കുന്നു. നീ എപ്പോഴും റെസ്റ്റോറന്റിലേക്ക് വന്ന ഈ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ കഴിക്കാറുള്ളൂ. ഇവിടെ ഇതിലും ടേസ്റ്റുള്ള മറ്റു ചില അടിപൊളി ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചില ഫുഡ് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. അവൾക്കാണെങ്കിൽ അതൊന്നും കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അയ്യോ വേണ്ട എനിക്കിഷ്ടം ഈ ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന് പറയും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ നിർബന്ധിക്കും, കഴിക്ക്, ഇതൊരു തവണ കഴിച്ചാ പിന്നെ നീ വിടില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അവൾ ആ ബർഗർ കഴിക്കും. കൊടുത്ത ആ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പൊ അതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവളത് മുഴുവനും തിന്ന് തീർക്കും. ഉടനെ സാറയുടെ അവിടേക്ക് വന്ന് ബൊറൂട്ടോയെ അവരുടെ അരികിലേക്ക് വിളിക്കുകയാണ്. സുബാക്കി ആണെങ്കിൽ ബൊറൂട്ടോ കഴിച്ച ഫുഡൊക്കെ കഴിച്ച് വസാബിയുടെയും നാമിയുടെ അടുത്തേക്ക് വരും. അവരാണെങ്കിൽ ഒരുപാട് നേരമായി ഷൂരിങ് ട്രെയിനിങ് എടുക്കുകയാണ്. കാട്ടിൽ നിന്ന് ആരോ ഞരങ്ങുന്ന സൗണ്ട് അവർ കേൾക്കും. അവർ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോകുന്ന ഒരാളെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പൊ അവന്റെ കെട്ടൊക്കെ അഴിച്ചുവിടും. അവർ ചോദിക്കും, നീ ആരാണ്, എന്ത് വേണം, ആരാണ് ഇവിടെ കെട്ടിയിട്ടത്? അതിനവൻ പറയും, ഞാൻ ആക്ച്വലി ഇവിടുത്തെ ഷിനോബികളുടെ സഹായം ചോദിക്കാനാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ ആരൊക്കെയോ ചേർന്ന് എന്നെ തല്ലി ബോധം കെടുത്തി കൈയും കാലൊക്കെ കെട്ടി ഇവിടെ ഉപേക്ഷിച്ചു പോയി. അപ്പോഴായിരിക്കും വസാബി അവൻ ഇവാബിയാൻ ടീമിന്റെ അവരുടെ മിഷനെ കുറിച്ച് ആലോചിക്കുക. ആക്ച്വലി ഇവനെ പ്രൊട്ടക്ട് ചെയ്ത് ഇവന് ഗാർഡായിട്ട് പോവുക എന്നതാണ് അവരുടെ മിഷൻ. വസാബിക്ക് കാര്യം പിടികിട്ടും. ട്രാൻസ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഇവന്റെ രൂപത്തിൽ മറ്റാരോ ആണ് അവരുടെ കൂടെ പോകുന്നത്. കട്ട് ചെയ്ത ഇപ്പൊ ഇവാബിയാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ആ വില്ലനെ മനസ്സിലാക്കാതെ അവന്റെ കൂടെ നടന്ന് ഒരു കാട്ടിലേക്ക് വരും. ഉടനെ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ റിയൽ രൂപത്തിലേക്ക് മാറി അവന്റെ സംഘത്തിലുള്ള എല്ലാവരെയും വിളിച്ച്
ഇവാബയെയും മെറ്റല്ലിയെയും ഡെങ്കിയെയും അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും. ആക്ച്വലി എപ്പിസോഡിന്റെ തുടക്കത്തില് ഇവരെ പിടിച്ച ആ വില്ലൻ അവന്റെ ടീമിലുള്ളവരാണ് ഇവരിപ്പോ റൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത നിമിഷം വസാബിയാൻ ടീം അവരിപ്പോ അവിടേക്ക് ചാടിയെത്തി ഇവാബയാൻ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ആ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഡെങ്കി അവന്റെ ഡിവൈസ് ഓപ്പൺ ചെയ്ത് അവരുടെ അറ്റാക്ക് അത് ഏതൊക്കെ സ്റ്റൈലിൽ വരുന്നുണ്ടെന്ന് എല്ലാവർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കും. അവരുടനെ കമ്പൈൻ ചെയ്ത് ഈയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആ വില്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടും. ഡെങ്കിയുടെയും മെറ്റല്ലിയുടെയും ഇവാബയുടെ ഒക്കെ ഫൈറ്റ് കാണുമ്പോ ഇപ്പോ ഇബാക്കി പറയും നമ്മളും ടീം 5 പോലെ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യണം. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരും ഇപ്പൊ പേപ്പർ ബോംബൊക്കെ വെച്ച് ഒരുമിച്ച് കട്ടയ്ക്ക് നിന്ന് ആ വില്ലന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്യും. സുബാക്കി ആണെങ്കിൽ അവളുടെ സ്ക്വാഡ് എടുത്ത് അങ്ങനെ ആഞ്ഞു വെട്ടും. ആ ഒരു അറ്റാക്കില് വില്ലന്മാർ അടിച്ചു വീഴാണ്. സുബാക്കി ഓൾറെഡി അവളുടെ മുഴുവൻ സ്ട്രെങ്ത് എടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവൾ അങ്ങനെ തളർന്ന് താഴേക്ക് വീഴും. അതിനുശേഷം ഇവാബയും വസാബിയും അവർ രണ്ടുപേരും അവരുടെ പവർ ഉപയോഗിച്ച് വില്ലന്മാരെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ സുബാക്കി അവൾക്ക് ബോധം വീണ് കണ്ണു തുറക്കുകയാണ്. അവൾ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കി അടുത്ത നിമിഷം കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഹേമാവരി അവളാണെങ്കിൽ ഈനോടെ ഷോപ്പിലേക്ക് പോകും. അതിനുശേഷം ടെൻടൻ ഷോപ്പിലേക്ക് പോകും. ടെൻടൻ ആണെങ്കിൽ ഷോപ്പിനകത്ത് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. അതൊക്കെ കണ്ട് ഹേമാവരി ചിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തും. അപ്പോഴാണെങ്കിൽ ഹനാബി അവളാണെങ്കിൽ ബൊറൂട്ടോട് കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യാണ്. ഹേമാവരിയും അകത്തേക്ക് വന്ന് എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഇപ്പൊ ശ്രദ്ധാപൂർവം അങ്ങനെ കേട്ടിരിക്കും. ഹനാബി ആണെങ്കിൽ അക്കാദമിയുടെ ഒരു 1 ഡേ എൻട്രൻസ് ക്ലാസിനെ കുറിച്ച് ഹേമാവരിക്ക് പറഞ്ഞു കൊടുക്കും. ഹേമാവരി നിനക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പവറും കഴിവൊക്കെ കിട്ടിയിട്ടുണ്ട്. നീ ഒരു നല്ല ഷിനോബി ആവണം എന്നാണ് എന്റെ ആഗ്രഹം. തീരുമാനം എടുക്കേണ്ടത് നീയാണ്. എന്തായാലും ഈ ഒരു എൻട്രൻസ് ക്ലാസ് അതിൽ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ തുടർന്ന് പഠിക്കാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ എൻട്രൻസ് ക്ലാസ് കാണിക്കും. അവിടെയാണെങ്കിൽ മൊത്തം വന്നിരിക്കുന്നത് 3 സ്റ്റുഡൻസ് ആണ്. എറൂക്ക സെൻസായി ആയിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർ 3 പേരും ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡക്ഷൻ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഷിനോ മാസ്റ്റർ ആണെങ്കിൽ അവർ 3 പേരെയും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും. ഒരു ഷിനോബി അവരെങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെ അവർ ട്രെയിനിങ് എടുക്കണം എന്നൊക്കെ ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ആദ്യം നിങ്ങളുടെ ഫിസിക്കൽ എബിലിറ്റി അത് വേണം എനിക്ക് ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഷിനോ മാസ്റ്റർ ആണെങ്കിൽ അവർക്ക് ചില ടാസ്കുകൾ കൊടുക്കാൻ തുടങ്ങും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ ഒന്നും അല്ല. നിങ്ങളുടെ ഫിസിക്കൽ എബിലിറ്റി അത് എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണെന്ന് പറയും. അടുത്ത നിമിഷം അവർ 3 പേരും ഇപ്പോൾ ഉഷാറായിട്ട് ഓടും. അങ്ങനെ ഓടി ഓടി ഇപ്പൊ ഹേമാവരി ആയിരിക്കും ഫസ്റ്റ് ആ ലാപ്പ് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ഷിനോ മാസ്റ്റർ ആളുടെ ചക്ര പവറൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു ചുമരിന് മുകളിൽ കയറി നിൽക്കും. അങ്ങനെ ആ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിപ്പയ്യനും അവർ 2 പേരും ട്രൈ ചെയ്യും. പക്ഷെ അവരെ കൊണ്ടാണെങ്കിൽ ഒട്ടും കഴിയാതെ താഴേക്ക് വീഴും. പക്ഷെ ഹേമാവരി അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചക്ര പവറൊക്കെ കൺട്രോൾ ചെയ്ത് 2 സ്റ്റെപ്പ് മുകളിലേക്ക് എടുത്തു വെക്കും. അടുത്ത നിമിഷം താഴേക്ക് വീഴും. അടുത്തതായിട്ട് അവർ ഷുരിങ്ങൻ ട്രെയിനിങ് എടുക്കും. ഹേമാവരിയും ആ പയ്യനും അവർ 2 പേരും കറക്റ്റായിട്ട് സെൻട്രൽ പോയിന്റിൽ തന്നെ ഷുരിങ്കൻ അടിക്കും. പിന്നീട് അവർ 3 പേരും ആങ്കോയുടെ അടുത്തേക്ക് വരും. ആങ്കോ ആണെങ്കിൽ അവർക്ക് 3 പേർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ചെറിയൊരു ടാസ്ക് കൊടുക്കും. ആങ്കോ ആണെങ്കിൽ ഇപ്പൊ ഒരു സുന്ദരം കണ്ടം പൂച്ചയെ കാണിച്ചു കൊടുക്കും. ഈ ഒരു പൂച്ചയെ കാണാനില്ല. അവളുടെ ഫസ്റ്റ് കുഞ്ഞു മിഷൻ അത് മറ്റൊന്നുമല്ല, ഈ ഒരു പൂച്ചയെ കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നതാണ്. പുറത്ത് കാണുന്ന ആ പാർക്കില് അവിടെ എവിടെയോ ഈ പൂച്ചയുണ്ട്. ഉടനെ അവരുടെ 3 പേരുടെയും കയ്യിൽ ഓരോ ഫ്ലെയർ കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും ഗിവ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്ലെയർ കത്തിക്കണം. ഒരാൾ കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ഒരു മിഷൻ അതവിടെ സ്റ്റോപ്പ് ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അവർ 3 പേരും ആ പാർക്കിലേക്ക് വരും. അതിനുശേഷം ആ പൂച്ച കടന്നുപോയ ഭാഗത്ത് അതിന്റെ കാൽപ്പാട് അവർ കണ്ടെത്തും. അതിനെ ഫോളോ ചെയ്ത് അവർ അന്വേഷിച്ചു പോവാണ്. മറ്റൊരു ഭാഗത്ത് ഇറൂക്ക മാസ്റ്ററും ഷിനോയും അവർ 2 പേരും ഇവരുടെ മത്സരം അത് കാണാനായിട്ട് ആ പാർക്കിലേക്ക് വരാണ്. ഇവിടെ ഹേമാവരി ടീമും ആണെങ്കിൽ ആ കാട് മുഴുവൻ കയറി ഇറങ്ങി പൂച്ചയ്ക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ ചിന്നപ്പയ്യൻ അവനൊരു കല്ലെടുത്ത് ഒരു പ്രത്യേക ഭാഗത്തേക്ക് വലിച്ചെറിയും. അത് കറക്റ്റായിട്ട് കൊളവിക്കൂടിൽ കൊണ്ട് കൊളവികൾ കൂട്ടമായിട്ട് പുറത്തേക്ക് വരും. അത് കണ്ട് 10 സെക്കൻഡ് അവർ 3 പേരും അവിടുന്ന് പേടിച്ചോടാനായിട്ട് ആരംഭിക്കും. ഹേമാവരി ആണെങ്കിൽ ഉടനെ ആ ഫ്ലെയർ കത്തിക്കാൻ ഒരുങ്ങും. അത് കണ്ട് ആ ചിന്നപ്പയ്യൻ അവൻ അവളെ പിടിച്ചു വലിച്ച് ഇപ്പൊ ഫ്ലെയർ കത്തിച്ച നമ്മൾ 3 പേരും ഈ മിഷനിൽ തോറ്റുപോകും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ പൂച്ചയെ കണ്ടെത്തണം. ദയവ് ചെയ്ത് ഞങ്ങളുടെ ലൈഫ് സ്പോയിൽ ആക്കരുതെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് ആ കുഞ്ഞിപ്പെണ്ണിനെയും കൂട്ടി അവിടുന്ന് കടന്നു പോകും. ഹേമാവരിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൾ ഒരുപാട് വിഷമത്തില് അങ്ങനെ ഇരിക്കും. ഉടനെ ഇറൂക്ക സെൻസായും ഷിനോ മാസ്റ്ററും അവർ 2 പേരും ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങും. അല്പസമയം കഴിയുമ്പോഴേക്കും ഹേമാവരിയും ഇപ്പൊ ഓക്കെ ആവും. അവൾ ഉടനെ ആ പൂച്ചയെ കണ്ടെത്താൻ ഉഷാറായിട്ട് പോവും. അവിടുന്ന്
അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ചിന്ന പയ്യനും പെണ്ണും അവർ രണ്ടുപേരും ആ പൂച്ചയെ കണ്ടു കഴിഞ്ഞു. അടുത്ത നിമിഷം അവർ രണ്ടുപേരും അതിനെ പിടിക്കാൻ അതിന്റെ അടുത്തേക്ക് എടുത്തു ചാടും. പൂച്ച അവിടുന്ന് ചാടി ഓടും. അവരുടെ കാല് തന്നെ അവർ രണ്ടുപേരും ഇപ്പൊ കിണറ്റിലേക്ക് വീഴുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഹേമാവരി അവിടേക്ക് വരും. അവൾ അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ച് ചെക്ക് ചെയ്യും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ആരോ ആ കിണറ്റില് വീണ് കിടപ്പുണ്ടെന്ന്. അവളിപ്പോ ആ കിണറ്റിന്റെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരെയും കാണും. ഹേമാവരി ഉടനെ ആ കിണറ്റിലേക്ക് ചാടി ഇറങ്ങും. അതിനുശേഷം അവര് 3 പേരും ഒരുമിച്ച് നിന്ന് അവരുടെ പവർ അതങ്ങനെ കമ്പൈൻ ചെയ്ത് മുകളിലേക്ക് പതിയെ പതിയെ കയറാൻ തുടങ്ങും. പുറത്തു വന്ന ചിന്നപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ഹേമാവരിയോട് സോറി പറഞ്ഞ് അവര് 3 പേരും ചേർന്ന് ആ പൂച്ചയെ കണ്ടുപിടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹേമാവരി വീട്ടിലേക്ക് തിരികെ എത്തും. അവള് പറയും, എനിക്ക് ആദ്യം ഫ്ലവർ ഷോപ്പ്, വെപ്പൻ ഷോപ്പ്, അങ്ങനെ 1-2 ബിസിനസ് ട്രൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ ഞാനൊരു നിഞ്ച ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ എന്നവള് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.